ഹലോ VFM. ഇന്നത്തെ അതിഥി ഒരു ടീച്ചറാണ്. ഒരു ടീച്ചർ മാത്രമല്ല, അദ്ദേഹം ഒരു കവയിത്രി കൂടിയാണ്. ടീച്ചറുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ആ വാക്കുകൾ ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. നമസ്കാരം കുട്ടികളെ, ഞാൻ ജ്യോതി ടീച്ചർ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പഠിച്ച സ്കൂളിലെ മലയാളം അധ്യാപികയാവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരിക്കലും മറക്കാനാവാത്ത കാലമാണ് നമ്മുടെ കുട്ടിക്കാലം. പണ്ട് ഞങ്ങളിവിടെ ഈ വിദ്യാലയത്തിൽ കുട്ടികളെല്ലാം ചേർന്ന് ഉണ്ടാക്കിയ ക്ലബ്ബാണ് ക്രിയേറ്റീവ് ക്ലബ്ബ്. ഈ ക്ലബ്ബ് തുടങ്ങാൻ ഞങ്ങളന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്തെ ആരംഭിക്കുന്ന ഇത്തരം ക്ലബ്ബുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് ഓരോ കുട്ടിയുടെയും വ്യക്തിത്വത്തെ വാർത്തെടുക്കുന്നത്. ഗുഡ് മോർണിംഗ് സാറേ, ഒരു കാര്യം പറയാനില്ലായിരുന്നു. പറഞ്ഞോ. സാറേ എപ്പോഴും പഠിത്തം മാത്രമല്ലേ ഉള്ളൂ. പഠിക്കാനല്ലേ പിന്നെ സ്കൂളിൽ തന്നെ. സാറേ, ഒരു ക്ലബ് തുടങ്ങിയാലോ? നീ ആദ്യം ആ ക്ലബ്ബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മാല എടുത്ത് അകത്തിട്. ഇനി പറ. ഒരു ക്ലബ്ബ് തുടങ്ങിയാലോ? എന്ത് ക്ലബ്ബ്? സ്പോർട്സും ആർട്സും കമ്പൈൻ ചെയ്തിട്ടൊരു ക്ലബ്ബ് തുടങ്ങിയാലോ? ക്ലബ്ബൊന്നും വേണ്ട. ഇപ്പം നമുക്ക് പരീക്ഷയല്ലേ വരണേ. നമുക്ക് പഠിത്തത്തിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. എന്നാലും സാറേ, എന്നാലും ഇല്ല. നമുക്ക് പരീക്ഷയ്ക്കുള്ളത് പഠിക്കുക, അതാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ ഏതായാലും ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുക. അവരുടെ ആഗ്രഹം നടക്കാതെ നിരാശയോടെ അവർ ക്ലാസ്സിലേക്ക് മടങ്ങി. രണ്ടുപേരും ഇപ്പൊ ജയിച്ചിട്ട് ഇങ്ങോട്ട് കേറി വരും. അല്ല പിന്നെ ഇതൊക്കെ എന്ത്? നടന്നാ മതി. എടാ എന്തായി? സാറ് സമ്മതിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ എന്താ ചെയ്യാൻ? ഒരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് ടീച്ചറിനോട് ചോദിച്ചാലോ? അത് വേണോ? അപ്പൊ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? ടീച്ചറൊന്ന് സോമിച്ചാറിനോട് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് നിന്നാ മതി. അതൊന്നും നടക്കില്ല സേയ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ടീച്ചറെ പ്ലീസ് ടീച്ചറെ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, ഞങ്ങൾ നന്നായിട്ട് ചെയ്തോളാം. ശരി, നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലേ, നോക്കാം. പിള്ളേർ കുറേ ആയില്ലേ പറയണേ, നമുക്ക് വേണമെങ്കിൽ നോക്കാന്നേ. സാറിനോട് ഞങ്ങൾ വീണ്ടും ചോദിച്ചു. അപ്പോൾ സാറോ ടീച്ചർമാരോട് അഭിപ്രായം ചോദിച്ചു. വേണ്ട സാറേ, ക്ലാസ്സൊക്കെ പോകൂലേ? ക്ലാസ് പോവും. സാറേ, അവർ കുറേ ദിവസമായില്ലേ പറയണേ, അവരത് നന്നായിട്ട് ചെയ്യുമായിരിക്കും. സാറേ, അവരുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. അത് സാറ് സമ്മതിച്ചു കൊടുക്ക. ക്ലബ്ബൊക്കെ നമുക്ക് തുടങ്ങാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ ഇതാണ്: പഠനത്തിൽ പിന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാണോ പഠനത്തിൽ പിന്നോട്ട് പോണത് ആ സമയം ഈ ക്ലബ്ബ് അവസാനിപ്പിക്കും. അപ്പൊ ക്ലബ് തുടങ്ങാലോ? അങ്ങനെ ഞങ്ങളന്ന് ആ ക്ലബ്ബ് തുടങ്ങി. ഇതിനിടയിൽ വേറൊരു സംഭവം. എടാ കളിക്കാൻ വന്നില്ലേ? ഞാനൊന്നും വന്നില്ല, നിങ്ങൾ പോയി കളിച്ചോ. നീ വേണമെങ്കിൽ വാ, ഞങ്ങ പോണ്. तू मेरा कोई ना होके भी कुछ लगे, तू मेरा कोई ना. എടാ മിണ്ടാടില്ലേ? ഈ പിള്ളേരെ കൊണ്ടുപോയി തൊല്ലേല് നടക്കുമോ? എനിക്കറിഞ്ഞൂടാ. അപ്പോഴാണ് ആ ക്രിസ്മസ് സെലിബ്രേഷൻ നമുക്ക് നടത്തിയാലോ എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ആദ്യം സാറ് സമ്മതിച്ചില്ല, പിന്നെ ഓക്കെ ആയി. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കുട്ടികൾ ഓഫീസ് റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേരുക. എടാ നമുക്ക് പോവാം. നമുക്ക് പോവാം. ഭയങ്കര ക്ലാസ് ഒക്കെ ബോറാണ്. ഭയങ്കര. എടി നമുക്ക് പോയാലോ?
വേണ്ടടി, നമുക്ക് പീരീഡ് ഒന്നും കട്ട് ചെയ്യണ്ട, പഠിക്കാം. ആരും പോകുന്നില്ലേ? ഞങ്ങൾ രണ്ടുപേരും. നിങ്ങൾ രണ്ടുപേരും അല്ലേ? ഗേൾസ് ആരുമില്ലേ? ദിയ, ഇതാണ് ദിയ, നമ്മുടെ സ്കൂളിലെ ഏറ്റവും വലിയ ഇൻട്രോവേർട്ട്. ദിയ എന്താ പോകാത്തത്? പള്ളിയിൽ പാട്ട് പാടുമെന്നാണല്ലോ കേട്ടേക്കണത്. ഇല്ല ടീച്ചർ, എനിക്ക് വയ്യ. ദിയ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും പങ്കെടുക്കണം കേട്ടോ. വേണ്ട ടീച്ചറെ. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ്? ഇതിലെ ഏറ്റവും നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയെ സെലക്ട് ചെയ്യാനാണ്. മനസ്സിലായോ? ഓരോരുത്തർ ലൈനായിട്ട് സ്മാർട്ട് റൂമിലേക്ക് വന്നിട്ട് പാടി കേൾപ്പിക്കണം കേട്ടോ ടീച്ചറെ. കണ്ടോ ദൂരെ അങ്ങ് വിണ്ണിൽ മിന്നും ഒരു താരം. ഇവളെവിടെ ഉണ്ടായിരുന്ന? ഇവളെ കൊണ്ടൊക്കെ വല്ലതും പറ്റുമോ? പാട്. ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് ബേത്ലഹേം താഴ്വര. കണ്ടു ദൂരെ ഒന്നു വിണ്ണിൽ മിന്നും ഒരു താരം അങ്ങുവാനിൽ. കേട്ടു കാതിൽ വിണ്ണിൽ നിന്നും വാനദൂതർ പാടും നാദം രാവിൽ. കുട്ടി നന്നായിട്ട് പാടി, അപ്പോൾ ദിയനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടോ. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് അലങ്കരിച്ചതാ. ഇതാരാ കീറിപ്പറിച്ചേ? എന്താ വലിയ കുഴപ്പമുണ്ടോ? ഇങ്ങോട്ട് വന്നേടാ, നിനക്ക് വല്ല കഴിവുണ്ടോടാ? നിന്റെ സ്വഭാവം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അത് പോട്ടെ, നിന്നാർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ആദ്യം സ്വയം വല്ല കഴിവുണ്ടാ നോക്ക്, എന്നിട്ട് മറ്റുള്ളവരുടെ അധ്വാനം നശിപ്പിക്ക്. മനസ്സിലായടാ? ക്രിസ്മസ് സെലിബ്രേഷൻ ക്രിസ്മസിന്റെ തിരഞ്ഞെടുത്തില്ലല്ലോ. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ ഞാൻ അന്ന് എന്താ പറഞ്ഞത്? ക്രിസ്മസ് ഫ്രണ്ടിന് ബുക്ക് മാത്രമേ കൊടുക്കാവുള്ളന്നല്ലേ? കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, പേര് വിളിച്ച് എല്ലാവർക്കും കൊടുക്കാം. കൊടുത്തോളൂ. ടീച്ചറെ ബുക്ക്. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ആവണം കേട്ടോ. ടീച്ചറെ, ഞാൻ ബുക്ക് കൊണ്ടുന്നില്ല, വീട്ടിലാണ്. ആ കുട്ടി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ആദ്യം സ്വയം വല്ല കഴിവുണ്ടാ നോക്ക്, എന്നിട്ട് മറ്റുള്ളവരുടെ അധ്വാനം നശിപ്പിക്ക്. മനസ്സിലായടാ? ആ ഒരൊറ്റ ഡയലോഗിൽ അതിലും മാറിപ്പോയി. പിന്നെ ദേ ഇതാ നടന്നേ. എടാ ദുലേ, എടാ കളിക്കാൻ വന്നില്ലേ? അതുലിൻ്റെ സ്വഭാവമാറ്റത്തിനും ദിയയുടെ പാട്ടുപാടാനുള്ള കഴിവ് തിരിച്ചറിയുന്നതിനും ഈ ക്ലബ്ബ് സഹായകമായി. അതുപോലെ ഒട്ടനേകം കുട്ടികളുടെ പല പല മാറ്റങ്ങൾക്കും ഈ ക്ലബ്ബാണ് വഴി തെളിയിച്ചത്.